കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ 24 ഇന്നത്തെ ദിവസത്തിന്റെ ഓരോ ഘടകങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കും. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഇത് നിങ്ങളോട് പങ്കുവെക്കുവാൻ എന്റെ ഉള്ളത്തിൽ കർത്താവ് പ്രേരിപ്പിച്ച ദൈവിക ദൂത് സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായത്തിൽ നിന്നുമാണ്. Psalms chapter 25 words 14 and 15. Psalms chapter 25 words 14 and 15. 14 വായിച്ചാട്ടെ. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. ആമേൻ. എന്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്നും വിടുവിക്കും. ആമേൻ. ഇന്ന് ഈ വചനമാണ് നാം വായിച്ചു പ്രാർത്ഥിക്കാൻ പോകുന്നത്. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. എന്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ഈ പകൽ ഈ വചനം വായിക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ധരയിൽ നമുക്ക് പണം കൊടുത്ത് മേടിക്കുവാൻ കഴിയാത്ത വസ്തുതകൾക്കകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം നോക്കിയാൽ ഒന്നാണ് സമാധാനം. മനുഷ്യന് ഇന്ന് ഈ തലമുറയിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ പണം കൊടുത്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക. പണം കൊടുത്ത് എന്തും നേടാം, ഡിഗ്രികൾ നേടാം, സ്ഥാനമാനങ്ങൾ നേടാം, മറ്റുള്ള ഓരോ കാര്യങ്ങളും. എന്നാൽ ഈ ലോകത്തിൽ പണം കൊടുത്ത് മേടിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് സമാധാനം. അത് വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഈ ലോകം തരുന്ന സമാധാനമല്ല, സ്വർഗീയ സമാധാനം. സ്വർഗീയ സമാധാനത്തെ നമുക്ക് പണം കൊടുത്ത് മേടിക്കാൻ ഒക്കത്തില്ല. ഇത് തരുന്നത് ദൈവമാണ്. പണം കൊടുത്ത് മേടിക്കാൻ കഴിയാത്ത രണ്ടാമത്തെ ഒരു കാര്യമാണ് സഖിത്വം അല്ലെങ്കിൽ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം. ഈ സാന്നിധ്യത്തെ നമുക്ക് പണം കൊടുത്ത് മേടിക്കാൻ കഴിയുന്നതല്ല. ആമേൻ, സ്തോത്രം. ഇത് ദൈവം തന്റെ ഭക്തന്മാരോട് കൂടെ അവർക്ക് നൽകുന്നതാണ്. ദൈവത്തിന്റെ സഖിത്വം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ. ഇന്ന് പകൽ എത്ര പേർ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കും, കർത്താവെ, ഏറ്റവും കൂടുതൽ ഞാൻ സാന്നിധ്യത്തെ, സഖിത്വത്തെ ആഗ്രഹിക്കുന്നു. അങ്ങുമായിട്ടുള്ള ഇന്റിമസി, അങ്ങുമായിട്ടുള്ള ആ സഖിത്വം, അങ്ങുമായിട്ടുള്ള ആ ഫെലോഷിപ്പ് കൂടുതൽ എൻ്റെ മേൽ പകരണമേ, എൻ്റെ കുടുംബത്തിന്റെ മേൽ പകരണമേ, എൻ്റെ തലമുറയുടെ മേൽ പകരണമേ, എൻ്റെ യാത്രകളുടെ മേൽ പകരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. നാം പാടിയ പാട്ടിനകത്ത് ഇങ്ങനെയാണ് ഒരു വരി പാടിയത്. ചൂരച്ചെടിയിൻ തണലിൽ നീ മരിക്കാൻ ഇച്ഛിച്ചിരുന്നാലും ചൂരച്ചെടിയിൻ കീഴിലും സാന്നിധ്യമരുളും നാഥനെ. യഹോവയുടെ ഭക്തനെ, ഭക്തേ, യേശുപ്പച്ചന്റെ ഭക്തനെ, ഭക്തേ, ഇരുളില്ല, വെളിച്ചമില്ലാതെ കൂരിരുളിനകത്ത് നീ ഇരുന്നാലും സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇരുളിനകത്ത് ഞാൻ പോയിരുന്നാലോ അവിടെയും നിന്റെ ആത്മാവിനെ കാണാ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകുക? തിരുസന്നിധി അല്ലെങ്കിൽ ആ സാന്നിധ്യം വിട്ട് ഞാൻ എവിടെ ഒളിക്കുക? ഇന്ന് വെളിച്ചമില്ല എൻ്റെ ജീവിതത്തിൽ, ഇരുളാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല, ഞാൻ ചുരച്ചെടിയുടെ കീഴിലാണ് എന്ന് പറഞ്ഞാലോ, സാന്നിധ്യം നിന്നെ ആ ചുരച്ചെടിയെ പൊളിച്ച് പുറത്തു കൊണ്ടുവരിക. ആ കൂരിരുകളെ പൊളിച്ച് യഹോവയുടെ സാന്നിധ്യം പുറത്തു കൊണ്ടുവരിക. യഹോവയുടെ സാന്നിധ്യം തന്റെ ഭക്തന്മാരോട് കൂടെ ഇരിക്കുക, ഭക്തന്മാരോട് കൂടെ ഇരിക്കുക. തന്റെ ഭക്തന്മാർക്ക് സാന്നിധ്യം ഉണ്ടാകും. ഇന്ന് പകൽ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ആ സഖിത്വം എന്റെ കൂടാരത്തിനകത്ത് എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർ. നമ്മൾ കർത്താവിന്റെ മക്കളാണ്, കർത്താവിന്റെ ഭക്തന്മാരാണ്, ഭക്തന്മാരാണ്. യേശുപ്പച്ചന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കും. ഈ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ചെങ്കടലുകൾ വഴിമാറും. സാന്നിധ്യം നമ്മുടെ മുമ്പേ പുറപ്പെട്ടാൽ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ചെങ്കടലുകൾ രണ്ടായി പിരിഞ്ഞു മാറും. സാന്നിധ്യം നമ്മുടെ മുമ്പേ ചലിച്ചാൽ യോർദാനുകൾ പിരിയും, എരിഹോവുകൾ ഇടിഞ്ഞു വീഴും, ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. ഈ പകൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കോ,
നിന്റെ സാന്നിധ്യം എനിക്ക് മുൻപടയോ എനിക്ക് പിൻപടയുമായി എന്റെ കൂടെ, എന്റെ വലത്ത്, എന്റെ ഇടത്ത്, എന്റെ മുമ്പിൽ, എന്റെ പിൻപിൽ, എന്റെ ചുറ്റിൽ നിന്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഇരുന്നാൽ ഇരുമ്പോടാമ്പലുകൾക്ക് എന്നെ അടയ്ക്കാൻ കഴിയത്തില്ല, താമ്ര വാതിലുകൾക്ക് എന്നെ പൂട്ടാൻ കഴിയത്തില്ല. സാന്നിധ്യം നിന്റെ മുമ്പേ ചലിച്ചാൽ ശത്രുവിന്റെ തന്ത്രങ്ങൾ പൊട്ടിപ്പോകുക, ശത്രുവിന്റെ പദ്ധതികൾ പൊട്ടിപ്പോകുക. ഈ പകൽ ദൈവ സാന്നിധ്യം എന്റെ വലത്തോ, എന്റെ ഇടത്തോ, എന്റെ മുമ്പിലോ, എന്റെ പിമ്പിലോ, എന്റെ കൂടാരത്തിൽ, എന്റെ തലമുറയുടെ മേൽ, എന്റെ ജനറേഷന്റെ മേൽ അങ്ങയുടെ സാന്നിധ്യം, ആ സഖിത്വം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇസ്രായേൽ ജനത്തോടൊപ്പം നമുക്കറിയാം, വചനം ഇങ്ങനെ വായിക്കുന്നത്, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ആ സാന്നിധ്യം ചലിച്ചുകൊണ്ടേയിരുന്നു. ഇവർ ഈ സാന്നിധ്യത്തിനകത്തായിരുന്നു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണുമായി. ഈ സാന്നിധ്യം ഇവരോടൊപ്പം ചലിച്ചതുകൊണ്ട് ഇവർ മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുന്നത് ഇവർ മരുഭൂമിയിലൂടെയാണ്. പക്ഷെ ഇവരുടെ മീതെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ മരുഭൂമി ഇവരെ തളർത്തുവാൻ കഴിയുന്നില്ല. മരുഭൂമി ഇവരെ തളർത്തുവാൻ കഴിയുന്നില്ല. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ഈ സാന്നിധ്യം ചലിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു മരുഭൂ യാത്രയിലാണ്, ഒരു മരുഭൂ പ്രയാണത്തിലാണ് ഞാനും നിങ്ങളും. ഈ മരുഭൂ പ്രയാണത്തിൽ ഞാനും നിങ്ങളും തളരാതെ മുന്നേറുവാൻ കഴിയണമെങ്കിൽ ഈ സാന്നിധ്യം, ഈ സഖിത്വം നമ്മുടെ കൂടെ, നമ്മുടെ വലത്തും, നമ്മുടെ ഇടത്തും, നമ്മുടെ മുൻപും, നമ്മുടെ പിൻപ്, എപ്പോഴും ഈ സാന്നിധ്യത്തെ നമ്മൾ കൊതിക്കണം. അപ്പച്ചാ, ഈ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പച്ചാ, ഞാൻ ജോലിക്ക് പോകുന്നിടത്ത്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, ഞാൻ എന്റെ ആ സ്പെഷ്യാലിറ്റിയിൽ, അല്ലെങ്കിൽ ആ മേഖലയിൽ, എന്റെ പഠനത്തിൽ, ശുശ്രൂഷയിൽ നിന്റെ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, ഇവർ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു. മരുഭൂമിയിൽ ഇവർക്ക് ദാഹിച്ചു. മരുഭൂമി നമുക്കറിയാം, ഭയങ്കര ചൂടുള്ളതാണ്, ദാഹമുള്ളതാണ്. ആ സാന്നിധ്യം ഇവരുടെ കൂടെ ഇരുന്നത് കൊണ്ട് സാന്നിധ്യം മരുഭൂമിയിൽ ഇവർക്ക് വേണ്ട ഉറവയെ തുറന്നു കൊടുത്തു. ആമേൻ. 2, ഇവർ മരുഭൂമിയിൽ കൂടെ മരുഭൂ യാത്രയിലാണ്. ഈ മരുഭൂ യാത്രയിൽ 1, നമുക്ക് ദാഹം വരും. എന്നാൽ ഞാൻ പറയുന്നു, സാന്നിധ്യം നിന്റെ കൂടെ ചലിച്ചാൽ നിന്റെ ദാഹം തീർക്കുന്ന ഉറവകൾ ദൈവം പുറപ്പെടുവിക്കും. 2, ഇവർ മരുഭൂ പ്രയാണത്തിലാണ്, മരുഭൂ യാത്രയിലാണ്. നമ്മൾ മരുഭൂ യാത്രയിലാണ്. അവർ മരുഭൂ യാത്രയിൽ ഇവർക്ക് വിശന്നു. എന്നാൽ സാന്നിധ്യം കൂടെ ഇരുന്നതുകൊണ്ട് സാന്നിധ്യം വഹിക്കുന്ന തലമുറയ്ക്ക് ലോക്കൽ ആഹാരമല്ല ദൈവം കൊടുത്തത്, എക്സ്ട്രാ ഓർഡിനറി സ്വർഗീയ ദൂതന്മാരുടെ ഭോജനം, സ്വർഗീയ മന്ന ദൈവം അവർക്ക് കൊടുക്കുവാനിടയായി. യേശുപ്പച്ചനോട് പറ, സാന്നിധ്യം, സാന്നിധ്യം. സാന്നിധ്യത്തിനകത്ത് നീ നടന്നാൽ നീ ലോക്കൽ അല്ല, നീ ലോക്കൽ അല്ല. നിനക്ക് എക്സ്ട്രാ ഓർഡിനറി ദൈവം തരും. സാന്നിധ്യത്തിനകത്ത് സഞ്ചരിച്ച ജനത്തിന് ലോക്കൽ അല്ല, അവരുടെ പിതാക്കന്മാര് ആരും കഴിച്ചിട്ടില്ലാത്ത സ്വർഗീയ ഭോജനം, ശ്രേഷ്ഠമായത് ദൈവം അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നു. വിശ്വസിക്കാമോ? ഈ പകലിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരും കയറിയിട്ടില്ലാത്ത, ചെന്നിട്ടില്ലാത്ത, സഞ്ചരിച്ചിട്ടില്ലാത്ത, ഭക്ഷിച്ചിട്ടില്ലാത്ത, ധരിച്ചിട്ടില്ലാത്ത നന്മകൾ, സ്വർഗീയ സാന്നിധ്യം നിന്റെ കൂടെ ചലിക്കുമ്പോൾ, ആ സാന്നിധ്യത്തിനകത്ത് നീ ചലിക്കുമ്പോൾ, ഇന്നലകളിൽ ഒരു തലമുറ കണ്ടിട്ടില്ലാത്ത, രുചിച്ചിട്ടില്ലാത്ത പല നന്മകളും നിന്റെ കരങ്ങളിൽ എത്താൻ കാരണം സാന്നിധ്യത്തിനകത്ത് ചലിക്കുന്നതാണ്. സാന്നിധ്യത്തിനകത്ത് ഉള്ള യാത്ര എത്ര സ്വസ്ഥമാണെന്നറിയാമോ? സാന്നിധ്യത്തിനകത്തുള്ള യാത്ര എത്ര സന്തോഷകരമാണെന്നറിയാം. ഇവർ സാന്നിധ്യത്തിനകത്ത് ചലിച്ചു. ഇവർക്ക് വേണ്ടതെല്ലാം ഇവര് കൊണ്ടുപോയെന്നല്ല, ഇവർക്ക് വേണ്ടതെല്ലാം ഇവർ കൊണ്ടുപോയെന്നല്ല, സാന്നിധ്യം ഇവർക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഞാനും നിങ്ങളും ഈ മരുഭൂ യാത്രയില്ല. നമ്മൾ എന്തെങ്കിലും കൊണ്ടാണോ വന്നത് ഇങ്ങോട്ട്? നമ്മൾ ജനിച്ചപ്പോൾ എന്തെങ്കിലും കൊണ്ടാണോ വന്നേ? അല്ല, നമ്മൾ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ എന്തെങ്കിലും കൊണ്ടാണോ വന്നേ? ആണോ? അല്ല, നമ്മൾ ഏകരായി ഒറ്റയ്ക്ക് അല്ലേ നമ്മൾ ആ ദേശത്തിലെത്തി. ആമേൻ, സ്തോത്രം. ആ ദേശത്തിൽ നമുക്ക് വേണ്ടത് സാന്നിധ്യം പ്രൊവൈഡ് ചെയ്തു. എന്തെങ്കിലും കൊണ്ടിങ്ങോട്ട് വന്നവരുണ്ടോ? ആരുമില്ല, ആരുമില്ല. ഈ മരുഭൂ യാത്രയിൽ, ഇതൊരു മരുഭൂ യാത്രയാണ്. ഈ മരുഭൂ യാത്രയിൽ ഒന്നും കൊണ്ടുവന്നവരില്ല. ഈ മരുഭൂ
നടപ്പു യാത്രയിൽ ആമേൻ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സാന്നിധ്യം വേണ്ട ഉറവകളെ തുറക്കുക. സാന്നിധ്യം വേണ്ട അപ്പത്തെ തരും. ആമേൻ. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? സാന്നിധ്യം വേണ്ട അപ്പത്തെ തരും. സാന്നിധ്യം വേണ്ട വെള്ളം ഉറവയെ തരും. സാന്നിധ്യം അത്ഭുതകരമായി. ശ്രദ്ധിച്ച്, ഇവർ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു. വചനം എന്താ എഴുതിയിരിക്കുന്നത്? വചനം എഴുതിയിരിക്കുന്നത് 40 സംവത്സരം ഇവർ സഞ്ചരിച്ചെന്ന് അല്ലേ. എന്നിട്ട് വചനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ: ഇവരുടെ വസ്ത്രം ജീർണിച്ചില്ല, ഇവരുടെ വസ്ത്രം പഴകിയില്ല, ഇവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, ഇവരുടെ കാല് വീങ്ങിയില്ല. ഓ വൈ ആമേ, ഇവർ സാന്നിധ്യത്തിനകത്താണ്. സാന്നിധ്യത്തിനകത്താണോ നീ? നിന്റെ ചെരുപ്പ് തേയത്തില്ല. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ദൂതിൽ ഞാൻ പറഞ്ഞു വിടട്ടെ, ചെരുപ്പ് ശുശ്രൂഷയെ കാണിക്കുന്ന ആമേൻ ആമേൻ ആമേൻ. പുതിയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. ആമേൻ ആമേൻ. നിന്റെ ചെരുപ്പ് തേയാൻ സാന്നിധ്യത്തിനകത്താണോ നീ? നീ ഒരു സീസണിന്റെ ശുശ്രൂഷകനല്ല, നീ ഒരു വർഷത്തിന്റെ ശുശ്രൂഷകനല്ല. ആമേൻ. നിന്റെ ഒരു വർഷം കഴിഞ്ഞ് തേഞ്ഞു പോകുന്നതല്ല. സാന്നിധ്യത്തിനകത്ത് നിന്റെ വസ്ത്രം ജീർണിക്കത്തില്ല. ദൈവമിട്ട തേജസ്സിന്റെ വസ്ത്രം, ആ വസ്ത്രത്തിന്റെ മോടി തേജസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ചെരുപ്പ് തേയത്തില്ല, നിന്റെ കാല് വീങ്ങത്തില്ല. ഇന്ന് ഈ വചനം ഞാൻ പറയുമ്പോൾ കാലിൽ സ്വെല്ലിംഗ് ആയി ഭാരപ്പെടുന്ന കാലിന്റെ ഫീറ്റിൽ ആ അടിപ്പാദത്തിൽ ആ ഫീറ്റിൽ സ്വെല്ലിംഗ് ആയി ഭാരപ്പെടുന്ന ചിലരെ സാന്നിധ്യം തൊടുന്നു. സാന്നിധ്യം ഈ പകൽ തൊടുന്നു. ആ ആംഗിൾ ആ ജോയിന്റ് ആംഗിൾ ഏരിയയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ആ ചൂട് തട്ടുന്നു. ചിലർ സൗഖ്യമാകും. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാരോട് കൂടെയുണ്ടാകും. ഈ പകൽ വേറെ ഒന്നും വേണ്ട യേശുപ്പച്ച, നിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നാൽ ആ സാന്നിധ്യത്തിനകത്ത് സ്വസ്ഥതയുണ്ട്, ആ സാന്നിധ്യത്തിനകത്ത് സമാധാനമുണ്ട്, ആ സാന്നിധ്യത്തിനകത്ത് പുറപ്പാടുണ്ട്, ആ സാന്നിധ്യത്തിനകത്ത് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കരങ്ങളിൽ ലഭ്യമാകും. ഈ പകൽ യേശുപ്പച്ചനോടൊന്ന് പ്രാർത്ഥിച്ചേ, നിന്റെ സാന്നിധ്യം. യെസ് ലോർഡ്, താങ്ക് യു. ദൈവ സാന്നിധ്യം എൻ മുൻപിൽ, എൻ പിൻപിൽ, എൻ വശത്ത്, എൻ ചുറ്റും, എന്നുള്ളിൽ, എൻ കൂടെ, എൻ കൂടെ. ദൈവ സാന്നിധ്യം എൻ മുൻപിൽ, എൻ പിൻപിൽ, എൻ വശത്ത്, എൻ ചുറ്റും, എന്നുള്ളിൽ, എൻ കൂടെ, എൻ കൂടെ. ദൈവ സാന്നിധ്യം എൻ മുൻപിൽ, എൻ പിൻപിൽ, എൻ വശത്ത്, എൻ ചുറ്റും, എന്നുള്ളിൽ, എൻ കൂടെ, എൻ കൂടെ. പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ, എൻ വരവിൽ, എൻ പോക്കിൽ, സന്താപത്തിൽ, സന്തോഷത്തിൽ എനിക്കായി പ്രഭാതത്തിൽ, വരവിൽ, എൻ പോക്കിൽ, സന്താപത്തിൽ, സന്തോഷത്തിൽ എനിക്കായി ആമേൻ, 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 എന്റെ പിൻപിലും, എന്റെ വശത്ത്, എന്റെ ഇടത്ത്, എന്റെ വലത്ത്, എൻ പിൻപിൽ, എൻ വശത്ത്, എൻ ചുറ്റും, എന്നുള്ളിൽ, എൻ കൂടെ, എൻ കൂടെ. സാന്നിധ്യം എൻ മുൻപിൽ, എന്റെ പിൻപിൽ, എൻ പിൻപിൽ, എന്റെ വശത്ത്, എൻ വശത്ത്, എൻ ചുറ്റും, എന്നുള്ളിൽ, എൻ കൂടെ, എൻ കൂടെ. സാന്നിധ്യം എൻ മുൻപിൽ, എന്റെ പിൻപിൽ, എൻ പിൻപിൽ, എന്റെ വശത്ത്, എൻ വശത്ത്, എൻ ചുറ്റും, എന്നുള്ളിൽ,
കൂടെ എൻ കൂടെ ദൈവ സാന്നിധ്യം എൻ മുൻപ് എൻ പിൻപ് എൻ വശത്ത് എൻ ചുറ്റും എൻ ഉള്ളിൽ എൻ കൂടെ ആമേൻ 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 ആമേൻ. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അപ്പച്ചാ ആമേ സഖിത്വം, ആ സാന്നിധ്യം, ആ ഇന്റിമസി, ആമേ ഒരു ആമേൻ ആ കൂടി ആമേ നടക്കുന്ന അവസ്ഥ, ആമേ ആഴത്തിൽ ആ സാന്നിധ്യം അടിയങ്ങളുടെ കൂടെ ഇരിക്കണമേ. സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ആമേ സംസാരിക്കും, സാന്നിധ്യം ഞങ്ങളോട് സംസാരിക്കും. സാന്നിധ്യം ഞങ്ങളുടെ മുമ്പിൽ പോയാൽ ആമേ സാന്നിധ്യം, ആമേ അതാ മോശ പറയുന്നത്, നിന്റെ സാന്നിധ്യം ഇല്ലാതെ എന്നെ അയക്കരുതേ, എന്നെ ആമേ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. സാന്നിധ്യം മുന്നമേ പോയാൽ ഇന്ന് ചിലരുടെ ഇന്റർവ്യൂകൾ, ഇന്ന് ചിലരുടെ എക്സാമുകൾ, ഇന്ന് ചില ആമേ സാന്നിധ്യം ചലിക്കുക, സാന്നിധ്യം ചലിക്കുക. നിങ്ങൾക്ക് മുന്നമേ സാന്നിധ്യം ചലിക്കുക, സാന്നിധ്യം ഇടപെടുക. നിങ്ങളുടെ പേപ്പറുകൾ നിങ്ങളോട് ആമേ സംസാരിക്കുമ്പോൾ, ആമേ നിങ്ങളുടെ ആ വാക്ക് കേൾക്കുമ്പോൾ, ആമേ നിങ്ങളെ കാണുമ്പോൾ, ആമേ മേലധികാരിയുടെ ഹൃദയങ്ങൾ അനുകൂലമാകുമാറ് സാന്നിധ്യം 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 ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം. സാന്നിധ്യത്തിനകത്ത് ജനിക്കുന്നതും സാന്നിധ്യത്തിനകത്ത് പുറപ്പെടുന്നതും അല്ലാതെ പോകുന്നതും എല്ലാം വ്യത്യാസമാണ്. സാന്നിധ്യത്തിനകത്ത് ചെയ്യുന്നതിന് ഭയങ്കര ഒരു എക്സ്ട്രാ ഫിനിഷിംഗ് ആണ്. സാന്നിധ്യത്തിനകത്ത് നാം ചെയ്യുന്നതും ബുദ്ധിയിൽ ചെയ്യുന്നതും ഡിഫറെന്റ് ആണ്. യേശുപ്പച്ചൻ പറഞ്ഞ സാന്നിധ്യം, ആമേൻ ആമേൻ, എന്റെ ജനത്തിനോടൊപ്പം, ആമേൻ ഇസ്രായേൽ ജനത്തിനോടൊപ്പം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായ സാന്നിധ്യം ചലിച്ചു. അവർ മരുഭൂയാത്രയിൽ മരുപ്രയാണത്തിൽ സാന്നിധ്യം അവർക്ക് വേണ്ട ആമേൻ ഉറവയെ തുറന്നു. സാന്നിധ്യം അവർക്ക് വേണ്ട അപ്പത്തെ കൊടുത്തു. സാന്നിധ്യം അവർക്ക് കൊതി ഇറച്ചി തിന്നണമെന്ന് കൊതി. സാന്നിധ്യം ആമേൻ ആമേൻ അത് മീറ്റ് ചെയ്യിച്ചു. ആമേൻ ആമേൻ യാത്രയിൽ അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, ആമേൻ അവരുടെ കാലുകൾ വീങ്ങിയില്ല. കാരണം they are under ആമേൻ in a umbrella. ആ അംബ്രല്ലയാണ് സാന്നിധ്യം. ആമേൻ നമ്മളെ മൂടി, നമ്മുടെ നിന്റെ തലയ്ക്ക് മുകളിൽ ആ സാന്നിധ്യം ആമേൻ ആമേൻ പൊതിഞ്ഞു നിൽക്കുകയാണ്. ആമേൻ 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 ഒരു നദിക്കകത്ത് അല്ലെങ്കിൽ ആമേൻ ഒരു ആമേൻ ആ ഒരു കവർ നമ്മൾ എടുത്ത് ആ കവർ നിറച്ചും വെള്ളം, ആ വെള്ളത്തിനകത്ത് ഒരു മത്സ്യത്തെ ഇട്ടാൽ എങ്ങനെ എന്നതുപോലെ സാന്നിധ്യത്തിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഒരനുഭവം. കർത്താവേ, അങ്ങ് ഈ പകൽ ഞങ്ങൾക്ക് അത് ചെയ്യുകയാൽ സ്തോത്രം. സാന്നിധ്യത്തിനകത്ത് കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? യഹോവയുടെ സഖിത്വം ഭക്തന്മാരോട് കൂടി ഇരിക്കും, അല്ലെ? ആ സാന്നിധ്യം തന്റെ ഭക്തന്മാരോട് കൂടി ഇരിക്കും. ആ സാന്നിധ്യത്തിനകത്ത് കർത്താവ് എന്ത് ചെയ്യും? തന്റെ നിയമം, ലോ അല്ലെങ്കിൽ കവനൻസ് അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടുകൾ, ദൈവിക മർമ്മങ്ങൾ ആ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുമ്പോൾ, ആ സാന്നിധ്യത്തിനകത്ത് സാന്നിധ്യം തന്റെ നിയമം, വെളിപ്പാടുകൾ, മർമ്മങ്ങൾ, രഹസ്യങ്ങൾ നമ്മളെ അറിയിക്കുവാനിടയാവും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, യേശുപ്പച്ച ആമേൻ 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 എനിക്ക് അറിയണം അങ്ങയുടെ ആമേൻ നിയമം, ആമേൻ സ്തോത്രം, അങ്ങയുടെ ലോസുകൾ, അങ്ങയുടെ ഇഷ്ടങ്ങൾ, അങ്ങയുടെ വെളിപ്പാട്, വചനത്തിന്റെ വെളിപ്പാടുകൾ, മർമ്മങ്ങൾ, ഇതൊക്കെ അറിയാൻ, ഗ്രഹിക്കാൻ ആരെങ്കിലും കൊതിക്കുന്നുണ്ടോ? അത് എപ്പോഴാണ് നമുക്ക് കൈമാറുന്നതെന്ന് അറിയാമോ? ആമേൻ സാന്നിധ്യത്തിനകത്താണ്. സാന്നിധ്യത്തിനകത്ത് ഇരിക്കുമ്പോൾ ദൈവം തന്റെ ഹൃദയം മോശയ്ക്ക് എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. അമ്മേ, സാന്നിധ്യത്തിനകത്ത് ഇരിക്കുമ്പോഴാണ് ദൈവം തന്റെ ഹൃദയം നമുക്ക് കൈമാറുന്നത്. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കും. കർത്താവിന്റെ നിയമം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഹൃദയം, ആമേ കർത്താവിന്റെ ഉള്ളം, ആമേൻ നമ്മളെ അറിയിക്കുവാനിടയാകും. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഈ ഭൂമിയിൽ വില കൊടുത്താൽ കിട്ടാത്ത രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന് സമാധാനം, രണ്ട് സാന്നിധ്യം. വേറെ ഏകദേശമൊക്കെ ഇന്ന് പണം കൊടുത്താൽ നേടാൻ കഴിയുന്നതാണ് കർത്താവേ. എന്നാൽ പണം കൊടുത്താൽ ഈ ലോകത്തിൽ നേടുവാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന് സ്വർഗീയ സമാധാനം, സ്വർഗീയ സാന്നിധ്യം. ഇത് രണ്ടും ആമേ കർത്താവ് തന്റെ ഭക്തന്മാർക്കാണ് നൽകുന്നത്, ദൈവമക്കൾക്കാണ് നൽകുന്നത്. ആ സാന്നിധ്യം ഞങ്ങളെ വിട്ടുപോകരുതേ. ആ സാന്നിധ്യം ഞങ്ങളുടെ കൂടാരങ്ങളിൽ, സാന്നിധ്യം ഞങ്ങളുടെ മുമ്പിലോ ഞങ്ങളുടെ പിൻപിലും ഞങ്ങളുടെ വശത്തും ഞങ്ങളുടെ ചുറ്റും, എന്റെ ഉള്ളിൽ, എന്റെ കൂടെ
സാന്നിധ്യം ചലിക്കട്ടെ. ആമേൻ. ആ സാന്നിധ്യത്തിനകത്തായിരിക്കുമ്പോൾ ഞങ്ങളുടെ വസ്ത്രം ജീർണിക്കത്തില്ല, ഞങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു പോകത്തില്ല. ആമേൻ, സ്തോത്രം. ആമേൻ, ഞങ്ങളുടെ കാല് വീങ്ങത്തില്ല. സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യും. ആ സാന്നിധ്യത്തിനകത്ത് ദൈവം തന്റെ നിയമം, തന്റെ ഹൃദയം ഞങ്ങളെ അറിയിക്കുമല്ലോ. സാന്നിധ്യത്തോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കും. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ആമേ കർത്താവേ, ആമേ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ സിജി ആമേ പേര് വിട്ടുപോയി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസിക്കും പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ബലവും ദൈവകൃപയും പകർന്ന് കാക്കണം. എല്ലാരെയും ഏൽപ്പിക്കുന്നു. ഇന്ന് സാന്നിധ്യം അവരോടൊപ്പം, അവരുടെ വലം കരം, ആ കരത്തോടൊപ്പം സാന്നിധ്യം ചലിക്കട്ടെ. അവരുടെ നാവിനോടൊപ്പം സാന്നിധ്യം ചലിക്കട്ടെ. അവരുടെ നിഴലിനോടൊപ്പം സാന്നിധ്യം ചലിക്കട്ടെ. അവരുടെ കാല് സാന്നിധ്യം ചലിക്കട്ടെ. ഇന്ന് ചില അത്ഭുതങ്ങൾ കാണട്ടെ. ഇന്ന് ചില ചെങ്കടലുകൾ രണ്ടായി പിരിയുന്നത് കാണട്ടെ. ഇന്ന് ചില ഉറവകൾ ഇവർക്കായി പുറക്കുന്നത് കാണട്ടെ. ഇന്ന് സാന്നിധ്യം സ്വർഗീയ മന്ന ഇവർക്ക് വെളിപ്പെടുത്തുന്നത് കാണട്ടെ. അങ്ങത് ചെയ്തിരിക്കാൻ നന്ദി. ആമേ ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ നമുക്ക് മന്ത്ലി ഫാസ്റ്റിംഗ് പ്രയർ ആണ്. വെള്ളി, ശനി, ആമേ, ഞായർ ദിവസങ്ങൾ. നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കും. അതല്ല ഈ പട്ടണത്തിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആമേ കടന്നു വന്ന് സംബന്ധിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒക്ടോബർ 2 പബ്ലിക് ഹോളിഡേ ആണല്ലോ. അന്ന് ഒരു സ്പെഷ്യൽ ആമേ മൾട്ടി ലാംഗ്വേജ് ഒരു മീറ്റിംഗ് വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേ രാവിലെ 10 മുതൽ 1 മണി വരെ ആമേ പ്രാർത്ഥനയോടെ നിങ്ങൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടെ സംബന്ധിച്ചാട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ.